കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ ബാ നമുക്ക് കളിക്കാം ഒന്നും നിന്നോട് ക്ലൂ തരട്ടെന്നാ ചോദിച്ചിനി അല്ല കളി തരട്ടെന്നാ ചോദിച്ചിനി? നമ്മുടെ ഇവിടെയൊക്കെ കളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഗ്രൗണ്ടിൽ പോയി കളിക്കുക, ചുരുക്കി പറഞ്ഞാൽ എല്ലാവരും നന്നായിട്ട് പൂശുവോന്നർത്ഥം. അങ്ങനത്തെ കളികൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ സിനിമയിലാണ് കളിക്ക് വേറെ ഒരു അർത്ഥം. ഒരു സംശയം ചോദിച്ചതിന് അത്ര ചിരിക്കാൻ? ആ കളിക്ക് വേറെ ഒരു അർത്ഥമുള്ളത്. ഈ മാസം എല്ലാ ദിവസവും കളിയുള്ളതാ. ആ കളിക്ക് വേറെ ഒരു അർത്ഥമുള്ളത് അതെനിക്ക് അറിയത്തില്ല. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം. അവസാനം ചെന്നിട്ട് ഈ ചേട്ടന്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ ബാ നമുക്ക് കളിക്കാം, അവളാള് പെശക ഒന്നും മുട്ടിയാ നമുക്കും കിട്ടും. പിടിച്ചിട്ട് ഞാൻ ബാ നമുക്ക് കളിക്കാം, ഒന്നും ഇവളൊട്ടും ശരിയല്ല. ബാ കളിക്കാം പ്ലീസ്. അങ്ങനെ എന്തെങ്കിലും ആവശ്യം തോന്നിയാ നിനക്ക് എന്നോട് ചോദിച്ചാ പോരായിരുന്നു? ഞാനിവിടെ എന്തിനും തയ്യാറായി നിൽപ്പില്ലേ? എന്റെ കൂടെ ആരും കളിക്കാൻ. ഇവന്റെ സീറ്റ വരച്ചത് എന്റെ തലയെ വരച്ചിരുന്നെങ്കിൽ പിന്നാണ് എന്നെ വിളിച്ച് മാറ്റി നിർത്തിക്കൊണ്ട് പറഞ്ഞത് ഈ കളിക്ക് ഇങ്ങനെ ഒരു അർത്ഥമുണ്ടത്. നിന്റെ അമേരിക്കൻ കളി കുറെ കൂടുന്നുണ്ട്. അല്ല സീരിയസ്ലി എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇപ്പൊ കളിന്ന് അല്ലാത്ത കളി പറഞ്ഞാൽ പോലും ഞാനിത് ഓർത്ത് വെക്കും. കുഞ്ഞിന് എന്നെ പറ്റിയ തെറ്റിദ്ധാരണ ഒന്നുമില്ലല്ലോ, പേരില്ല, അത് മതി. ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത്. ഡ്രിങ്കിങ് ഒക്കേഷണലി ഡ്രിങ്ക് ചെയ്യാറുണ്ട്. ഇപ്പൊ പറഞ്ഞ കട്ട് ചെയ്തേ കേട്ടാ. വെറുതെ ഡീസന്റ് ആയി ജീവിക്കണം നമ്മള്. കള്ളുടിയന്മാരാണെന്ന് നാട്ടുകാർ തെറ്റിദ്ധരിക്കണ്ടല്ല.